നാട്ടികയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ CC മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം AICC നിർദ്ദേശത്തെ തുടർന്ന് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇന്നലെ CC മുകുന്ദനുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് AICC നേതൃത്വം CC മുകുന്ദനെ ബന്ധപ്പെട്ടത്. ആദ്യം വാക്കുകൾ കേൾക്കാം. അതായിരിക്കും എനിക്ക് പറഞ്ഞ പേരെടുത്ത് പറയാൻ പോവാ. ഞാൻ ഇപ്പം എനിക്കുണ്ടാവുന്ന അനുഭവം എന്താണെന്ന് എനിക്കറിയാം. വരാൻ പോകുന്ന ഒരു അപകടസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്നെ ആയിട്ട് പറയുന്ന ഏത് കക്ഷിയായാലും ധൈര്യമായി നേരിടാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ പേരിലാണ് പറഞ്ഞ് ഒരു പ്രതിഷേധം എന്ന നിലയിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമല്ല, എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഏത് പാർട്ടിയെയും ഞാൻ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകും. അവരായിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട്. അല്ലാത്ത പല പാർട്ടികളും 2 വർഷം മുന്നിലുള്ള പാർട്ടികൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ആ റിപ്പോർട്ട് കണ്ടപ്പോൾ, പ്രത്യേകിച്ച് ഗീതാ ഗോപിയുടെ റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഇത് എന്തോ പേയ്മെൻറ്റ് സെറ്റിലേക്ക് പോകുകയാണ്. വിവരങ്ങളുമായി സാനു തൃശ്ശൂരിൽ നിന്നും ചേരുന്നുണ്ട്. സാനു, നാട്ടികയിൽ വല്ലാത്തൊരു രാഷ്ട്രീയ നാടകമാണ് അരങ്ങേറുന്നത്. ഈ CC മുകുന്ദൻ പറയുന്നതിൽ പല കാര്യങ്ങളും മറഞ്ഞിരിപ്പുണ്ട്. എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ മുകുന്ദൻ എത്തുമ്പോൾ ആരൊക്കെയാണ് ഭയക്കേണ്ടത്? എന്തൊക്കെ പ്രതീക്ഷിക്കാം നാട്ടികയിൽ? എന്തായാലും നാട്ടികയിലെ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. CC മുകുന്ദൻ CPI നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് CC മുകുന്ദൻ പറയുന്നത് CPI ആദർശശുദ്ധിയുള്ള പാർട്ടിയായിരുന്നു, എന്നാൽ അതെല്ലാം മാറിയിരിക്കുന്നു, CPI പണത്തിന് പിന്നാലെ പോകുന്നു എന്നാണ് CC മുകുന്ദൻ പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ മുൻ MLA ആയിട്ടുള്ള ഗീതാ ഗോപിയാണ് നാട്ടികയിലേക്ക് CPI പരിഗണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗീതാ ഗോപിനെ നാട്ടികയിൽ പരിഗണിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി അദ്ദേഹം പറയുന്നത്, ഈ വലിയ രീതിയിൽ പണം സമാഹരിച്ച് CPI നേതൃത്വത്തിന് കൈമാറാനായിട്ടുള്ള കഴിവ് ഗീതാ ഗോപിക്കുണ്ട്. എന്നാൽ താൻ പണത്തിന് പിന്നാലെ പോകുന്ന ആളല്ല. താൻ പണം സമാഹരിച്ച് പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു നിലപാടും നയവും സ്വീകരിച്ചിട്ടില്ല ഇക്കാലം അത്രയും. അതുകൊണ്ട് തന്നെ പാർട്ടി തന്നെ ഇതിനു മുൻപ് തന്നെ വെട്ടാനുള്ള നീക്കമുണ്ടായിരുന്നു എന്നാണ് CC മുകുന്ദൻ പറയുന്നത്. അതായത് CPI പണത്തിന് പിന്നാലെ പോകുന്നു, ഗീതാ ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരിക്കുന്നത് പണക്കൊഴുപ്പിന് മേലാണെന്നും ഈ CC മുകുന്ദൻ പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, അതായത് തൻ്റെ ശിഷ്യന്മാർ തന്നെ പിന്നിൽ നിന്നും കുത്തി കട്ടപ്പമാരായി മാറിയിട്ടുണ്ട് എന്നാണ് CC മുകുന്ദൻ വ്യക്തമാക്കുന്നത്. അതായത് CC മുകുന്ദന്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള K രാജനും പിന്നെ VS സുനിൽകുമാറുമാണ്. ഇവരിരുവരും തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് CC മുകുന്ദൻ പറഞ്ഞു വെക്കുന്നതിന്റെ സാരാംശം. അതിനൊരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, നാട്ടികയിൽ നിരവധി പണഭീമന്മാരുണ്ട്, ഇവരിൽ നിന്നടക്കം പണം CPI നേതൃത്വം സ്വീകരിക്കുന്നതിന് താനൊരു വിലങ്ങതടിയായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പാർട്ടിയിൽ വെട്ടാനായിട്ടുള്ള നീക്കം ഉണ്ടായിരുന്നു. അതായത് CPIക്ക് പണം വാങ്ങാനും പണം സമാഹരിക്കാനും താൻ എതിരായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഗീതാ ഗോപിക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ട് CPIക്ക് പണമൊഴുക്കിനുള്ള ഒരു ഒരുക്കി എന്നാണ് CC മുകുന്ദൻ പറയുന്നത്. അതേപോലെ തന്നെ BJP നേതൃത്വവും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് CC മുകുന്ദനെ സ്നേഹിക്കുന്ന നാട്ടികയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന താൻ മത്സരിക്കണമെന്നുള്ളതാണ്. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നാട്ടികയിൽ ജനവിധി തേടുമെന്നും തനിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണോ ആഭിമുഖ്യമുള്ളത് ആ പാർട്ടിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടെന്നുമാണ് CC മുകുന്ദൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അല്പം മുമ്പ് പുറത്തു വരുന്ന വാർത്തകൾ കോൺഗ്രസ് നേതൃത്വവുമായി CC മുകുന്ദൻ ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ CC മുകുന്ദനെ പിന്തുണ കൊടുക്കാനുള്ള സാധ്യതയും കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. KC വേണുഗോപാലും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയും പ്രാഥമിക ഘട്ട ചർച്ച CC മുകുന്ദനുമായിട്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് CC മുകുന്ദൻ നാട്ടികയിൽ ജനവിധി തേടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അശ്വതി. സാനു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നാട്ടികയിൽ CPIയിൽ പൊട്ടിത്തെറിയാണ്, സംശയമില്ല. പക്ഷേ ഈ CC മുകുന്ദൻ അവിടെ മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസിൽ ഒരു രാഷ്ട്രീയ ബോംബ് കൂടി പൊട്ടിത്തെറിക്കാനുള്ള വലിയ സാധ്യത കൂടി ഇല്ലേ സാനു? തീർച്ചയായിട്ടും അതാണ് നമ്മൾക്ക് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ കൗതുകം എന്ന് പറയുന്നത്. നാട്ടികയിലേക്ക് 10-ലധികം ആളുകളാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള 10-ലധികം ആളുകളാണ് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ CC മുകുന്ദനെ ഏതെങ്കിലും തരത്തിൽ നാട്ടികയിലേക്ക് ഇറക്കിയാൽ, അല്ലെ കോൺഗ്രസ് CC മുകുന്ദന് ഒരു പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കോൺഗ്രസിനുള്ളിൽ വലിയ കലാപത്തിന് ഇടയാക്കും. നിലവിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം വലിയ കലാപത്തിലൂടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് പോരിലൂടെ, ഗ്രൂപ്പ് വഴക്കിലൂടെ, തമ്മിലടിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണിത്. കഴിഞ്ഞ തദ്ദേശ
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തൃശ്ശൂരിലെ കോൺഗ്രസിനുള്ളിൽ വലിയ കലാപമാണുള്ളത്. അതായത് ജോസഫ് ടാജന്റിനെ സംരക്ഷിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാൽ പക്ഷം കൂടെ രംഗത്ത് വന്നതോടുകൂടി വലിയ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സി.സി. മുകുന്ദനെ അല്ലെങ്കിൽ സി.സി. മുകുന്ദനെ സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംരക്ഷണം നൽകിക്കൊണ്ട് ഒരു പിന്തുണ നൽകിക്കൊണ്ട് നാട്ടികയിലേക്ക് കളത്തിലിറക്കാനായിട്ടുള്ള നീക്കം നടത്തുന്നത്. ആ നീക്കത്തിന് പിന്നിലും കെ.സി. വേണുഗോപാൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എങ്ങനെയെങ്കിൽ ഒരു വിഭാഗം വലിയൊരു വിഭാഗത്തെ വെട്ടിക്കൊണ്ട് സി.സി. മുകുന്ദനെ ഏതെങ്കിലും തരത്തിൽ നാട്ടികയിലേക്ക് മത്സര രംഗത്ത് ഇറക്കി കഴിഞ്ഞാൽ അത് വ്യക്തമാണ്. എന്തായാലും നാട്ടികയിൽ മറ്റൊരു രാഷ്ട്രീയ നാടകം, അവിടെ CPI-യിൽ വലിയ പൊട്ടിത്തെറി. ഒപ്പം സി.സി. മുകുന്ദനെ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ മറ്റൊരു വലിയ രാഷ്ട്രീയ ബോംബ് കോൺഗ്രസിൽ നിന്നും തന്നെ വീണ് പൊട്ടാൻ സാധ്യതയുള്ളത് ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രതിനിധി സാനു തൃശ്ശൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.